ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. അതിശക്തമായി സമർപ്പിക്കണം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശുവേ ആരാധന. യേശുവേ ആരാധന. യേശുവേ ആരാധന. യേശുവേ ആരാധന. യേശുവേ ആരാധന. സ്തുതിക്കുന്ന പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശുവേ ആരാധന. യേശുവേ ആരാധന. യേശുവേ ആരാധന. ദൈവരേ ദിവ്യകാരുണ്യമേ. യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. 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 യേശുവേ സ്തോത്രം. യേശുവേ നന്ദി കർത്താവേ. സ്തോത്രം ദൈവമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ തുറന്ന് പിടിച്ചുകൊണ്ട് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. ഹൃദയം തുണരാ കൊതിയോടെ നിൽപ്പൂ സദയം വരൂ നീ ആത്മനാഥ സദയം വരൂ നീ കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിക്കൊണ്ട് ഉടമ്പടി എടുത്ത മക്കളെ ആശീർവദിക്കണമേ. കർത്താവേ, ഓൺലൈൻ ശുശ്രൂഷയിൽ പങ്കെടുത്ത മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ ദൈവമക്കള്, ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന ദൈവമക്കള്, ഗൂഗിൾ മീറ്റിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചിട്ടുള്ള മക്കള് ഈശോയെ ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മാരക രോഗങ്ങളാൽ വിഷമിക്കുന്നവരെ സമർപ്പിക്കുന്നു. ക്യാൻസർ രോഗികളെ സമർപ്പിക്കുന്നു. തൈറോയ്ഡ് രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ലിവർ സംബന്ധമായ രോഗമുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സമാധാനമില്ലാത്തവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഭാഗോടം മുഴുവനാത്തവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കേസിൽ കുതികളെ അഞ്ചപ്പം കൊണ്ട് 1000 പേരെ തീറ്റിപ്പോറ്റ ദൈവമേ, കർത്താവേ, ദാരിദ്ര്യം അനുഭവിക്കുന്ന മക്കള്, കുടുംബ സമാധാനമില്ലാതെ വിഷമിക്കുന്ന മക്കള്, ഉടമ്പടിയിൽ ജീവിത നിയോഗങ്ങള്, 6 നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മക്കളുടെ വിദ്യാഭ്യാസ മേഖലകള് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മുകളിൽ വിദ്യാഭ്യാസത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുത്തെ കൃപ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സാന്നിധ്യം വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ, ഭവനരഹിതര്, ലോണിന് അപേക്ഷിച്ചിട്ടുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, IELTS എക്സാം എഴുതുന്നവര്, OET എക്സാം എഴുതുന്നവര് കർത്താവേ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശുവേ ആരാധന. വിശ്വസിക്കുന്ന കർത്താവേ, അങ്ങാണല്ലോ മക്കളെ പഠിപ്പിക്കുന്നതും അവർ ശ്രേയസ് ആർജിക്കുന്നതും ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശുവേ ആരാധന. യേശുവേ സ്തോത്രം. യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ. കൈകൾ ഹൃദയത്തോട് ചേർന്ന് രാപകൽ സക്രാരി കാവലിരിക്കുന്ന കാരുണ്യമേ, ആർത്തരിൽ സ്നേഹത്തലോടനാണു നീ, ആർത്തരിൽ
കരങ്ങൾ യേശുവിലേക്ക് നീട്ടിപ്പിടിച്ചുകൊണ്ട് ഈശോയെ, ഓൺലൈൻ ഉടമ്പടിയിലായിരിക്കുന്ന ഓരോ മക്കളും ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ പ്രാർത്ഥിക്കുന്നവര്, TV ചാനലിലൂടെ ശുശ്രൂഷയിൽ കണ്ടെടുത്ത് പ്രാർത്ഥിക്കുന്നവര്, തത്സമയ നിയോഗങ്ങൾ ടൈപ്പ് ചെയ്യുന്നവര്, സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കോവിഡ് രോഗികളെ സമർപ്പിക്കുന്നു. വൈറസ് രോഗികളെ സമർപ്പിക്കുന്നു. ശിഖാ വൈറസ് രോഗികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അടച്ചുപെട്ട ദേവാലയങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തിരുസഭയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണം തിരുസഭ ഏറ്റെടുക്കുന്നതിന് പ്രാർത്ഥിക്കുന്നു. നിത്യാരാധന പങ്കെടുക്കുന്നവരെ സമർപ്പിക്കുന്നു. ആരാധന നയിക്കുന്ന കൃപാസനത്തിന്റെ സ്ഥാപക ഡയറക്ടർ ഡോക്ടർ ഫാദർ വി.പി. ജോസഫ് അലിവിട്ടലിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോ ദൈവമക്കളിലേക്ക് കൃപ ചൊരിയണമേ. യേശുവേ ആരാധന, യേശുവേ ആരാധന, ഹല്ലേലൂയ. ആരാധനത്തിലെ യേശുവേ, 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 യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. സ്പർശിക്കണമേ യേശുവേ, നിറയണമേ യേശുവേ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഏറ്റു പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസം പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാന പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച ജീവിതത്തിന്റെ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സാന്നിധ്യവും കൂടുതൽ അനുഭവിക്കുവാൻ ദൈവശക്തി കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണം. അമ്മേ പരിശുദ്ധ ലോകങ്ങളുടെ അങ്ങയ്ക്ക് ഭൗമ സംരക്ഷണ പ്രകൃതിയെ സഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണമേ പരിശുദ്ധ അമ്മേ ജവമാല മാതാവേ സകല വാസനം പ്രാർത്ഥനയോട് ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന കുടുംബത്തിന്റെ പ്രത്യേക നിയോഗങ്ങൾ പ്രാർത്ഥിക്കുക.
അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരണം. ശ്രുതികട ഹല്ലേലൂയ. ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. ചേർന്ന് പാടാം. സ്നേഹം സദാഘയാണു നീ, രാത്രിയിൽ സ്നേഹശോഭനീ, രാത്രിയിൽ സ്നേഹശോഭനീ. കരങ്ങൾ തുറന്നു പിടിച്ച് നീ വരൂ എല്ലാ നമ്മുടെ ജീവിത വിഷമതകളിലേക്ക്, അവിടെ അനുഭവിക്കുന്ന ദുരിതങ്ങളിലേക്ക് ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന മക്കളെ ശുശ്രൂഷ പിന്നീട് കണ്ട് പ്രാർത്ഥിക്കുന്ന മക്കളെ സമർപ്പിക്കുക. ജീവിതം വഴിമുട്ടി നിൽക്കുന്ന മക്കളെ സമർപ്പിക്കുക. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പ്രിയമുള്ളവരെ, എന്തൊരു വലിയ സാക്ഷ്യങ്ങളാണ് ഇന്നലെ ഇവിടെ പറഞ്ഞ സാക്ഷ്യം. ഭയങ്കര രസകരമായ സാക്ഷ്യമാണ്. അവിടെ അസ്ഥി ഒടിഞ്ഞു പോയി, രണ്ടായിട്ട് വിട്ടുപോയി. അപ്പോൾ തളർന്നു പോയി. അതിന് ഓപ്പറേഷൻ ചെയ്താലും ശരിയാകത്തില്ലെന്ന് ഡോക്ടർ പറഞ്ഞപ്പോഴേ ഞാൻ ഇത് കണ്ടിട്ട് പെട്ടെന്ന് പറഞ്ഞു, ഇത് സാരമില്ല ചേച്ചി, അത് ഉടമ്പടി തേനം തെച്ച് വിശ്വാസപ്രമാണം ചെല്ലിയാൽ മതി എന്ന് പറഞ്ഞു. അത്രയേ ഉള്ളൂ, കഴിഞ്ഞു, ചികിത്സ കഴിഞ്ഞു. അവരെന്താ ചെയ്യണത്? അവർ ഉടമ്പടി തേനം തേച്ച് വിശ്വാസപ്രമാണം ചൊല്ലിക്കഴിഞ്ഞപ്പോൾ ഇന്നലെ അവർ സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ കൂടാത്ത അസ്ഥികളെ അമ്മ മാതാവിൻ്റെ മധ്യസ്ഥത്തിലെ ദൈവം അങ്ങ് കൂട്ടിക്കൊടുത്തു. ഇത് ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ആ സാക്ഷ്യം കേൾക്കാം യൂട്യൂബിൽ. കാര്യം ദൈവം അത്ര വലിയ, അവർക്കാണെങ്കിൽ അത് നടക്കാത്ത ഒരു കാര്യമാണ്. പക്ഷേ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യവും നടക്കാത്തതില്ല. ഞങ്ങളെപ്പോഴും ഉടമ്പടിയിലൂടെ ചെയ്യണത് എന്താ? നിങ്ങളെയും ദൈവത്തെയും തമ്മിൽ അങ്ങ് ഉടമ്പടി ചെയ്യിച്ച് രണ്ടേയും തുല്യ പാർട്ട്നേഴ്സായിട്ടങ്ങ് മാറ്റുകയാണ്. ഈ ഉടമ്പടിയിലെ തുല്യ പങ്കാളികളാണ് ആരാണ്? ഒന്ന് ദൈവവും ഒന്ന് നിങ്ങളുമാണ്. ഇതിൻ്റെ മധ്യസ്ഥ ആരാണ്? അമ്മമാതാവാണ് മധ്യസ്ഥ. കൃപാസനത്തിൽ നടക്കുന്ന മരിയൻ ഉടമ്പടിയുടെ മധ്യസ്ഥ യേശുവിന് ഒരു കാലത്തും തള്ളി മാറ്റാൻ പറ്റാത്ത, അവഗണിക്കാൻ പറ്റാത്ത രക്ഷാകര ചരിത്രത്തിൻ്റെ അവിഭാജ്യ ഘടകമായ രക്ഷകൻ്റെ അമ്മയായ പരിശുദ്ധ കന്യാമറിയമാണ് ഉടമ്പടിയുടെ മധ്യസ്ഥ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ എപ്പോഴും എത്രയോ ധ്യാന കേന്ദ്രങ്ങളുണ്ട് അമ്മ മാതാവിൻ്റെ പേരിൽ. പക്ഷെ അവർ കർത്താവിൻ്റെ, അതായത് ബിബ്ലിക്കൽ സെൻറ്റേഡ് ആയിട്ടുള്ള സ്പിരിച്വാലിറ്റിയാണ് പ്രൊമോട്ട് ചെയ്യണത്. നമ്മൾ കൃപാസനത്തിൽ ചെയ്യണത് എന്താണ്? മരിയ സ്പിരിച്വാലിറ്റി മാത്രമേ പറയത്തുള്ളൂ.
കാര്യം നമുക്ക് കിട്ടിയിരിക്കുന്ന ക്യാരിസം അതാണ്, മരിയ സ്പിരിച്വാലിറ്റി. അമ്മയിലൂടെ ഈശോയിലേക്ക്. ഞങ്ങൾ അമ്മയെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, അമ്മയെ ബ്രാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, അമ്മയെ സ്പിരിച്വൽ ബ്രാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മരിയ സ്പിരിച്വാലിറ്റിയാണ് ബ്രാൻഡ് ചെയ്യേണ്ടത്. അമ്മയുടെ പേര് പറഞ്ഞിട്ട് വേറെ എന്തെങ്കിലും ശുശ്രൂഷ നടത്തുകയല്ല. അമ്മയുടെ പേര് പറഞ്ഞിട്ട് അമ്മയുടെ ആധ്യാത്മികതയാണ് ഉയർത്തിക്കൊണ്ടുവരുന്നത്. അത് മനുഷ്യരുടെ ജീവിതത്തിലെ നിർവചിക്കപ്പെടുന്നു. മനുഷ്യരുടെ ജീവിതത്തിലെ യേശുവിനെ കണ്ടെത്താനും യേശുവിനെ ലോകത്തിന് കൊടുക്കുവാനും മരിയൻ മെത്തേഡുകൾ എന്താണെന്ന് കണ്ടെത്തിയിട്ട് അമ്മ മാതാവിൻ്റെ തനിപ്പകർപ്പായി ജീവിക്കുകയും അമ്മ മാതാവിൻ്റെ തനിപ്പകർപ്പായി യേശുവിനെ ലോകത്തിന് കൊടുക്കുകയും ചെയ്യുന്ന ഒരു മരിയ ശുശ്രൂഷ കേന്ദ്രമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കാലങ്ങളിൽ അമ്മയുടെ നീലം മേലങ്കിയാൽ ദൈവം നമ്മുടെ ശുശ്രൂഷകളെ സംരക്ഷിച്ചത്. ആ ശുശ്രൂഷയെ ആകർഷിച്ച് ആശ്രയിച്ചും ജീവിക്കുന്ന മനുഷ്യരെ ദൈവം സന്ധിച്ചത്. ഞാൻ ഇന്നലെ ഒരു ചേട്ടായിയെ കണ്ടു. ചേട്ടായി ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഈ കാലങ്ങളിലൂടെ കടന്നു പോയപ്പോൾ, ക്ലേശത്തിൻ്റെ ഈ കാലത്തിലൂടെ കടന്നു പോയപ്പോൾ ചേട്ടായി എന്നോട് പറഞ്ഞു, അച്ഛാ കടമാണച്ചാ, ഒരു നിക്കക്കള്ളിയും ഇല്ലെന്ന് പറഞ്ഞു. കടമാണച്ചാ. അപ്പം ഞാൻ 4 മണി കഴിഞ്ഞ് ആൾക്കാരുടെ പ്രാർത്ഥന കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ കുറേ ആൾക്കാരെ കാണാൻ വേണ്ടി ഇറങ്ങിയതാ. കാര്യം ആർക്കെങ്കിലും ചീട്ട് കിട്ടാത്തവരുണ്ടോ, അപ്പോഴങ്ങനെയുള്ളവർ സങ്കടപ്പെട്ട് പോകാതിരിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോഴാണ് ഈ കടമുള്ള ആളെ കണ്ടത്. ഒരു നിക്കക്കള്ളിയില്ല അച്ഛാന്ന് പറഞ്ഞു. ഒരു നിക്കക്കള്ളിയില്ല എന്ന് അയാൾ പറഞ്ഞ അതിൻ്റെ അർത്ഥം ഇനി കടം മേടിക്കാൻ സ്ഥലമില്ല, വീടില്ല, ആളില്ല. അപ്പം ഇങ്ങനെ ഒരു ജീവിത അവസ്ഥയാണ്. അപ്പം ഈ ജീവിത അവസ്ഥയിൽ ആരോട് ചോദിക്കും? അങ്ങനെ ചോദിക്കാൻ ആളില്ല. ചോദിക്കേണ്ട ആൾക്കാരൊക്കെ ചോദിച്ചു, പറഞ്ഞും കൈമലർത്തിയും ഒക്കെ കഴിഞ്ഞു. അപ്പോഴെൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഞാൻ ഈ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ നിക്കക്കളിയില്ലെങ്കിൽ അതിനൊരു പ്രത്യേക വചനം ഉണ്ടെന്ന് പറഞ്ഞ്, നിക്കക്കളിയില്ലാത്തവർക്ക് പറയാനുള്ള വചനം. പക്ഷേ ഉള്ള പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കർത്താവ് ആ സെക്കൻഡിൽ തരുന്നൊരു വചനമില്ലേ. നിക്കക്കളിയില്ലെന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ മനസ്സിൽ കർത്താവ് ഒരു വചനം തരും. അതെന്ത് കാര്യം പറഞ്ഞാലും, നിങ്ങളെന്ത് കാര്യം പറഞ്ഞാലും അതിൻ്റെ കറസ്പോണ്ടിങ് വചനം ഉടനെ പറയും. ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞ വചനം, ഇങ്ങനെ നിക്കക്കളിയില്ലാത്ത ഒരാളുണ്ടായിരുന്നു. ആരാണത്? യാക്കോബ്. അദ്ദേഹത്തിന് ഇങ്ങനെ അരക്കെട്ടിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ തൊട അകന്നു പോയ സമയത്ത് അയാൾ വീഴാൻ പോയി. യാക്കോബിന് നിക്കക്കളിയില്ലാണ്ടായി. അപ്പോൾ പെട്ടെന്ന് ആ മനുഷ്യൻ്റെ വായിൽ ഒരു വചനം വന്ന് എന്താ പറഞ്ഞത്? അതാണ് പിന്നീട് ദൈവവചനമായി മാറണത്. എന്താണ്? എന്നെ അനുഗ്രഹിക്കാതെ നീ പോകരുത്. അതായത് ഞാൻ നിന്നെ വിടത്തില്ലെന്നാണ് പറയണത്. എന്നെ അനുഗ്രഹിക്കാതെ. എലി വെട്ടിപ്പോയി സ്വന്തം കാലം നിൽക്കാൻ പറ്റാത്ത സമയത്ത് വീണ് പോകാൻ നേരത്ത് പറയണ വാക്കാണ്. എന്താണ്? എന്നെ അനുഗ്രഹിക്കാതെ ഞാൻ നിന്നെ വിടത്തില്ല. വിടത്തില്ല എന്ന് വെച്ചാൽ പിടിച്ചിരിക്കണം എന്നാണ് എൻ്റെ അർത്ഥം. അതായത് നമുക്ക് നിക്കക്കളി ഇല്ലാത്ത സമയത്ത് ഇപ്പം ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 32 വചനങ്ങളാണ്. 32-ാം അധ്യായത്തിൽ നമ്മൾ 27 മുതലുള്ള വചനങ്ങളിൽ എന്നെ 29 വചനങ്ങൾ, അതായത് അവൻ പറഞ്ഞു നേരം വൈകുന്നു, എന്നെ അനുഗ്രഹിക്കാതെ ഞാൻ നിന്നെ വിടത്തില്ല. അപ്പം എന്ന് പറഞ്ഞാൽ ഈ ദൈവത്തിൻ്റെ കൈകളിൽ ആണ് യാക്കോബ് പിടിച്ചിരിക്കണമെന്ന് യാക്കോബിന് അറിയാമായിരുന്നു. അതുകൊണ്ട് യാക്കോബിൻ്റെ അടുത്ത വചനം പറഞ്ഞത് എന്താണ്? ദൈവത്തെ ഞാൻ എങ്ങനെ കണ്ടുവെന്ന്.
അത് ദൈവത്തിൻ്റെ കൈകളിലാണ്. അപ്പം വിശ്വാസത്തോടു കൂടി ഈ മനുഷ്യൻ പിടിക്കുക. ഉടമ്പടിയുടെ ഒരു വിഷയം എന്ന് പറയണത്, ഇപ്പം ചിലർ ആത്മാർത്ഥമായിട്ട് കയറി ഉടമ്പടിയിൽ വിശ്വസിക്കും. ചിലരെങ്ങനെ വിചാരിക്കും, ഒക്കുമായിരിക്കും അല്ലേ, ചിലപ്പോൾ താമസിക്കുമായിരിക്കും അല്ലേ, ഇങ്ങനെ ആദ്യം കൊണ്ട് കയറി പിടിച്ചില്ല എന്ന് പറഞ്ഞ് പിടിക്കുക. അങ്ങനെയല്ല, യാക്കോബിൻ്റെ പിടുത്തം പിടിക്കണം, വിടത്തില്ല എന്ന് പറഞ്ഞ് പിടിക്കണം. എന്നെ അനുഗ്രഹിക്കുക. ശ്രദ്ധിക്കട്ടെ മക്കളെ, യേശുസ്വസ്ഥം. ഹല്ലേലൂയ. ഉൽപ്പത്തി 32:27 പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എന്നെ അനുഗ്രഹിക്കാതെ കർത്താവേ അങ്ങേ ഞങ്ങൾ വിടില്ലെന്ന് വിശ്വസിക്കുന്നു. ചേർന്ന് പാടാം. ഹൃദയം പുണരാ കൊതിയോടെ നിൽപ്പൂ സദയം വരൂ നീ ആത്മനാഥ, സദയം വരൂ നീ ആത്മനാഥ. നീ വരൂ ദിവ്യകാരുണ്യമേ, നീ വരൂ ദൈവകാരുണ്യമേ, നീ വരൂ ദിവ്യകാരുണ്യമേ, നീ വരൂ ദൈവകാരുണ്യമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിലെ ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ. 32:26 എന്നെ അനുഗ്രഹിക്കാതെ ഞാൻ വിടത്തില്ല എന്ന് പറയണത്. ഇത് ആത്മീയ ഭാഷയിൽ ഇതിന് ശരണമെന്ന് പറയും. അതായത് നമ്മൾ ട്രസ്റ്റാണ്, എന്നാൽ നമുക്ക് വേറെ ഒരു വഴിയുമില്ല, അഥവാ എല്ലാ വഴികളും ഞാൻ ഉപേക്ഷിക്കുന്നു, എല്ലാ വഴികളും ഞാൻ നിന്നിൽ മാത്രം ശരണപ്പെടുന്നു. കാരണം ഓരോ പ്രാർത്ഥനയും എങ്ങനെയാണ് ആക്ടിവേറ്റ് ആകണമെന്ന് ചോദിച്ചാൽ അതിൽ പ്രാർത്ഥന കേൾക്കുന്ന കണ്ടൻറ്റുകൾ കാണും. ഓരോ പ്രാർത്ഥനയും ആക്ടിവേറ്റ് ആകണത് അല്ലെങ്കിൽ ആക്ടിവേറ്റ് ആകാതിരിക്കാൻ കാരണം പ്രാർത്ഥന ദൈവം കേൾക്കുന്ന കണ്ടൻറ്റുകളെ. ഇപ്പം നമ്മളൊരു ഭക്ഷണം കഴിക്കുന്നത്, നമ്മൾ ഈ ശരീരം നന്നാകാനുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ അകത്ത് പ്രോട്ടീൻ ഉണ്ടാകണം. അതിൻ്റെ പ്രോട്ടീൻ കണ്ടൻ്റാണ് കോശങ്ങൾ ആഗിരണം ചെയ്യണത്. ഇതുപോലെ ഒരു പ്രാർത്ഥന ദൈവം കേൾക്കണമെങ്കിൽ ദൈവം കേൾക്കണ കണ്ടൻറ്റുകൾ ആ പ്രാർത്ഥനയിൽ ഉണ്ടാകണം. എല്ലാ പ്രാർത്ഥനയിലും ചിലപ്പോൾ കണ്ടൻറ്റ് ഉണ്ടായില്ലെന്ന് വരും. 3 കണ്ടൻറ്റ് 4 കണ്ടൻറ്റാണ് സാധാരണഗതിയിൽ പ്രാർത്ഥന കേൾക്കുന്നത്: വിശ്വാസം, പ്രത്യാശ, സ്നേഹം, അതുപോലെ തന്നെ സമർപ്പണം. അപ്പോൾ ഇതിൻ്റെ അകത്ത് എല്ലാ കണ്ടൻറ്റുകളോടുകൂടിയ പ്രാർത്ഥന പറയുക. ഈ ഉൽപ്പത്തി 32:26 എഴുതിയിരിക്കുന്നത്, അവൻ പറഞ്ഞു, നേരം പുലരുകയാണ്, ഞാൻ പോകട്ടെ. യാക്കോബ് മറുപടി പറഞ്ഞു, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. താഴേക്ക് വരുമ്പോൾ 30 വരുമ്പോൾ, ദൈവത്തെ ഞാൻ മുഖത്തോട് മുഖം കണ്ടു, എന്നിട്ട് ഞാൻ ജീവനോടെ ഇരിക്കുന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് ആ സ്ഥലത്തിന് പെനുവേൽ എന്ന് പേരിട്ടു. അപ്പം ദൈവത്തെയാണ് കണ്ടതെന്ന് അറിഞ്ഞുകൊണ്ടാണ് ആ മനുഷ്യൻ പിടിക്കുന്നത്. അല്ലാതെ രാത്രി ഇരുട്ടത്ത് ഒരു രാക്ഷസൻ കയറി പിടിച്ചെന്നല്ല പറയണത്. കാര്യം യാക്കോബിനെ സംബന്ധിച്ചിടത്തോളം അയാളതൊരു രാക്ഷസനാണ്, എല്ലാ തരത്തിലും വില്ലനായ മനുഷ്യനാണ്.
ലാബാനെ ഒതുക്കിയിട്ടാണ് അയാൾ ഇങ്ങോട്ട് വരണത്. ഏസാവിനെ ഒതുക്കിയിട്ടാണ് ഇയാൾ ഇവിടുന്ന് പോയത്. ഒതുക്കണ കാര്യത്തിൽ ഇയാളെ വെട്ടാൻ ആളില്ല. അപ്പം അയാളെ വെട്ടിയിട്ടുണ്ടെങ്കിൽ അത് മനുഷ്യനല്ലെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അയാളെ വെട്ടിയിട്ടുണ്ടെങ്കിൽ അത് മനുഷ്യനല്ല. അപ്പം തീർച്ചയായിട്ടും മക്കളെ, എന്നെ ശ്രവിക്കുന്ന ദൈവവേദന ശ്രദ്ധിക്കേണ്ട ഇതാണ്, നീ വൃത്തിയായിട്ട് പ്രാർത്ഥിക്കുന്ന ആളാണ്, ഭംഗിയായിട്ട് ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളാണ്, പരമാവധി വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന ആളാണ്, അല്ലെങ്കിൽ ദൈവമേ എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ആളാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ വൃത്തിയും മെനയുമായിട്ട് ദൈവത്തെ ജീവിക്കണം നിനക്ക്. ചില ചോദിക്കും, എന്തുകൊണ്ടാണ് എൻ്റെ മാത്രം IELTS സ്കോറാകാഞ്ഞെന്ന് ചോദിക്കും. ദൈവവിശ്വാസം ഇല്ലാത്തവരുടേത് അവർ കയറിപ്പോയില്ല കാനഡയിലേക്ക്, എൻ്റെ മാത്രം എന്താണ് IELTS. അപ്പോൾ എപ്പോഴും നമ്മുടെ വിഷയം എന്ന് പറയുന്നത്, നമ്മൾക്ക് ദൈവമെന്നും പറഞ്ഞ് ജീവിക്കുന്ന നമ്മൾക്ക് എന്തെങ്കിലും ഇതുപോലെ ഈടറിവ് സംഭവിച്ചാൽ ദൈവത്തിലെ നീ ഇൻ്റലിജൻ്റ് ആകണം. എന്താണ് ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റി എപ്പോഴും നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് ബുദ്ധിയാണ്. എന്താ കാര്യം? നമ്മൾ പരമാവധി വിശുദ്ധിയോടെ, ഇപ്പം കുമ്പസാരം, ഇപ്പം കൃപാസനത്തിലാണെങ്കിൽ ഇപ്പം കോവിഡ് കുമ്പസാരം കൂടി സ്ഥാപിച്ചിരിക്കുക. അതായത് എത്ര അകലം വേണമെങ്കിലും കൺഫസ് ചെയ്യുന്ന ആ പീസ് നിങ്ങളുടെ ആവശ്യത്തിന് വേണമെങ്കിൽ കുമ്പസാരക്കാരനേക്ക് മാറ്റാം, കുമ്പസാരക്കാരന് വേണ്ടി നിങ്ങളിലേക്ക് മാറ്റാം. ഒരു 4 അടി വരെ മാറ്റി 3 അടി വരെ മാറ്റാൻ പറ്റും. എന്നിട്ട് നിങ്ങൾക്ക് കുമ്പസാരിക്കാം. കോവിഡ് കുമ്പസാരക്കൂടി ഞാൻ പറയണത്, അഫീന്ന പിതാവ് ജെയിംസ് സാനാപർവൽ പിതാവാണ് കുമ്പസാരക്കൂടി വെഞ്ചരിച്ചത്. കാര്യം ഷേക്ക് ചെയ്യാവുന്ന ഈ മനുഷ്യൻ്റെ കുമ്പസാരത്തിൻ്റെ മൗത്ത് പീസ് ഇഷ്ടമുള്ള പോലെ അകലെ വെക്കാൻ പറ്റും. എന്നിട്ട് കുമ്പസാരിക്കുന്ന ആളെ കാണാത്ത ഇരിക്കുകയും ചെയ്യും. പ്രൈവസിയുള്ള ഒരു പുതിയ കുമ്പസാരക്കൂടെ. ആരെങ്കിലും ഉടമ്പടി എടുത്തിട്ട് കുമ്പസാരിക്കണമെന്ന് പറഞ്ഞാൽ, ഇനി കുമ്പസാരക്കൂടിലേക്ക് കുമ്പസാരം നമുക്ക് സേഫായിട്ടുള്ള ഒരു കൺഫെഷനേറ്റാണ് ഇപ്പോഴേ പുതുതായിട്ട് നമ്മളിതിനു വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇപ്പം നിങ്ങളിപ്പോൾ ഇതുപോലെ കുമ്പസാരം, ഞാൻ അൾത്താരയിലൊക്കെ വെച്ച് ദിവസങ്ങൾ കുമ്പസാരം കൊടുത്തു. കുമ്പസാര കുർബാനയും കൊടുക്കാൻ ചെല്ലുമ്പോൾ അവർ പറയും, അച്ഛാ കുമ്പസാരിച്ചിട്ടില്ല എന്ന് പറയും. അപ്പം ഞാൻ ആ കുർബാനയെ പിടിച്ചുകൊണ്ട് നിന്നുണ്ട്. കുർബാന അൾത്താര വെച്ചും ചെന്ന് അവരെ കുമ്പസാരിപ്പിച്ചിട്ട് കുർബാന കൊടുത്തിട്ടുണ്ട്. എന്താ കാര്യം? അവരുടെ മുഖത്ത് നോക്കി അറിയാൻ പറ്റും അവർക്ക് കർത്താവിനെ സ്വീകരിക്കാൻ കൊതിയാണ്, പക്ഷേ കുമ്പസാരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് വിഷമിച്ച് നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ എന്താ മാർഗം? പിന്നെ എൻ്റെ ഒരു ഉത്തരവാദിത്വമാണ് അവർക്ക് കുമ്പസാരം കൊടുക്കുക എന്നുള്ളത്. അങ്ങനെ 5-8 പേർക്ക് ഈ ദിവസങ്ങൾ പല ദിവസങ്ങളായിട്ട് കുമ്പസാരം കൊടുത്ത് കുർബാനയുടെ സമയത്ത്. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, നമ്മൾ ഇങ്ങനെയൊക്കെ വൃത്തിയും മെനയുമായിട്ട് ജീവിക്കുകയാണെന്ന് വിചാരിച്ചോ, എന്നിട്ട് നമ്മൾക്ക് രോഗം വന്നാൽ അപ്പോൾ നിങ്ങൾ യാക്കോബിനെ പോലെ തിരിച്ചറിയണം. ഞാൻ വിശുദ്ധിയോടെയും ദൈവതിരുസന്നിധിയിൽ വിശ്വാസത്തോടെയും കൂടി ജീവിച്ചിട്ട് എനിക്ക് ഒരു മൽപ്പിടുത്തം വന്നാൽ ദൈവവേദലെ പരിശുദ്ധാത്മാവിൽ നീ അത് തിരിച്ചറിയണം. എന്താണ് കാര്യം? ദൈവമല്ലാതെ ആരും നിന്നെ മൽപ്പിടുത്തത്തിന് വരത്തില്ലെന്ന്. ശ്രുതികട്ടെ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ശ്രദ്ധിക്കുന്ന ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, അങ്ങേ മുഖാമുഖം കാണാൻ, കർത്താവേ, അങ്ങയുടെ ആശീർവാദം സ്വീകരിക്കാൻ, കർത്താവേ, അങ്ങനെ അനുഗ്രഹിക്കാതെ ഞാൻ കടന്നു പോകുന്നില്ല ഈശോയെ. കർത്താവേ, അവിടുത്തെ സാന്നിധ്യം ഇപ്പോൾ വെളിപ്പെടുത്തണമേ. കർത്താവേ, അവിടുത്തെ സാന്നിധ്യം ഇപ്പോൾ വെളിപ്പെടുത്തണമേ. ഓരോ കുടുംബങ്ങളെ ആശീർവദിക്കണമേ.